ആലപ്പുഴ ജിങ്കാന കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പടത്തിൻ്റെ ഒരു ക്രൗഡ് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. ഒരു നോർമൽ വർക്കിംഗ് ഡേ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയുടെ ഷോ ഞാൻ കണ്ടത്. അത് ഹൗസ്ഫുൾ ആയിരുന്നു. ഒരു നോൺ സൂപ്പർ സ്റ്റാർ മൂവി, മലയാളത്തിലെ വലിയ വലിയ ആക്ടേഴ്സൊന്നും ഇല്ലാത്ത ചെറിയ കുറച്ച് ചെറുപ്പക്കാരെ വെച്ചെടുക്കുന്ന ഒരു പടത്തിന് ഇത്രയും ക്രൗഡ് പുൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് അതിലെ മേക്കേഴ്സിൻ്റെ ഒരേ ഉള്ള വിശ്വാസം കാരണം തന്നെയാണ്. അതിന് മുമ്പ് ഇറക്കിയിട്ടുള്ള പടങ്ങളുടെ ആ ഒരു ഹൈപ്പൊക്കെ കൊണ്ടാണ്. സോ ഇതിൻ്റെ മേക്കേഴ്സും ഇതിൻ്റെ ക്രിയേറ്റേഴ്സും ഉണ്ടാക്കിയിട്ടുള്ള ഹൈപ്പിനോ പ്രൊമോഷനോ ഉപരിയായിട്ട് നമ്മൾ കാഴ്ചക്കാർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ആ ഹൈപ്പിനുള്ളൊരു പടം ഇല്ലാതായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്കൊന്നും ഇല്ലാത്തൊരു നോർമൽ യൂഷ്വൽ സ്പോർട്സ് ഡ്രാമ മൂവി. ഇതിപ്പോൾ ഇവരിങ്ങനെ തന്നെയാണ് ഈ സിനിമ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആസ് ആൻ ഓഡിയൻസ് നമ്മൾ വിചാരിക്കുമല്ലോ ഇതിങ്ങനെ ആയിരിക്കും, ഇതുപോലെയുള്ളൊരു പടമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം എടുത്ത ആളുടെ ഇന്ന് ഇങ്ങനത്തെ ഒരു സാധനം വരും എന്നൊക്കെ നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളൊന്നും സിനിമയിലില്ല. എങ്കിലും മോശമില്ലാത്ത ഒരു യൂഷ്വൽ നോർമൽ സ്പോർട്സ് ഡ്രാമ ഫ്ലിക്കായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് ഇറങ്ങിയ തല്ലുമാല എന്ന പടത്തിൻ്റെയൊക്കെ ആ ഒരു ഹൈപ്പൊക്കെ കൊണ്ട് അതും ഇത് കംപ്ലീറ്റ്ലി സ്പോർട്സ് ഡ്രിവൺ മൂവിയാണ്, കംപ്ലീറ്റ്ലി ഒരു ആക്ഷൻ ബാക്ക്ഡ് മൂവി ആയിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ട്. പക്ഷേ അതിൻ്റെ അത്രത്തോളം ഇല്ല എന്നുള്ള ഒരു ഡിസാറ്റിസ്ഫൈങ് ഫീലാണ്. ഈ സിനിമയിൽ ഒരു ടോട്ടൽ റൺ ടൈമിൽ എനിക്ക് ആകെ കുറച്ചെങ്കിലും ഒരു വൈബ് കിട്ടിയത് അവസാനത്തെ ഒരു 10 മിനിറ്റാണ്. അതുവരെ ഈ സിനിമ ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് പോകുന്നത്. കുറച്ച് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയിൽ. പ്രത്യേകിച്ച് കോച്ചായിട്ട് വരുന്നതിൽ ലുക്മാൻ്റെ ക്യാരക്ടറൊക്കെ വളരെ വീക്കായിട്ട് തോന്നി. ആളൊന്നും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സിനിമ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുപോകാൻ അതിൽ തന്നെ അവിടെ ഇവിടെ ആയിട്ട് കുറേ സാധനങ്ങൾ നന്നായിട്ടുണ്ട്. പക്ഷേ ഓവറോൾ വലിയ ഇമ്പാക്റ്റ് ഉള്ള ഒരു ക്യാരക്ടറൈസേഷൻ ഒന്നും അല്ല. ചില സമയത്ത് ചിലരൊക്കെ ഇങ്ങനെ സ്കോർ ചെയ്ത് പോകുന്നുള്ളൊരു സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ അതല്ലാത്ത സമയങ്ങളിൽ സിനിമ ഭയങ്കര പ്ലെയിൻ ആയിട്ട് പോലും ഒരു നോർമൽ സാധനമായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യും. സിനിമയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്നതിൽ ബോക്സിംഗ് ആണ്. അതിലെ ആക്ഷൻ സീക്വൻസുകളൊക്കെ തന്നെ ഒരു പരമാവധി കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ തല്ലുമലയിലൊക്കെ കണ്ട പോലത്തെ ഉള്ള ആ ഒരു എഡിറ്റിംഗ് പാറ്റേണോ അതുപോലത്തെ ഒരു സൗണ്ട് എഫക്ട്സോ അല്ലെങ്കിൽ അതേപോലത്തെ ഉള്ള ഒരു മേക്കിംഗ് പാറ്റേൺ അല്ല ഈ സിനിമയ്ക്ക് ഒരു പിടിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആ ഒരു മേക്കിംഗ് ആണ് ഇതിൽ പ്രതീക്ഷിച്ചത്, അത് ഇതിൽ കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു റോംകോം പോലെ തോന്നും നമുക്ക് ചില സമയത്ത്. അതിനിടയിൽ കുറച്ചൊക്കെ ആക്ഷൻ വരുന്ന ഒരു വലിയൊരു സാറ്റിസ്ഫൈങ് ഫീൽ കിട്ടാത്തൊരു പടമായിട്ട് തോന്നി. കാരണം ഇത് കംപ്ലീറ്റ്ലി കാണുന്നവരുടെ പെർസ്പെക്റ്റീവിനനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഞാൻ ഈ സിനിമ കണ്ട പോലെ ആയിരിക്കില്ല ഓരോരുത്തരും കാണുക. നിങ്ങൾ വേറെ എന്തെങ്കിലും വിചാരിച്ച് ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിൽ ഈ സിനിമ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പേഴ്സണലി അങ്ങനെയല്ല കണ്ടത്. ടു ബി ഹോണസ്റ്റ്, ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് പുറത്തിറങ്ങിയ തല്ലുമല എന്ന പടത്തിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ തന്നെയാണ് ഈ പടം കണ്ടത്. അത്ര ഗംഭീരമായിട്ടുള്ള, അത്രയും ടോപ്പ് നോച്ച് ആയിട്ട് എഡിറ്റ് ചെയ്ത, അത്രയും കിഡിലിനായിട്ട് ഓരോ സീനും സ്റ്റാക്ക് ചെയ്ത ഒരു പടം. അങ്ങനത്തെ ഒരു പടത്തിൻ്റെ ക്രിയേറ്ററിൻ്റെ കയ്യിൽ നിന്ന് അടുത്തൊരു പടം വരുമ്പോൾ അതും ഇത്ര നല്ല ക്രൂ ഉണ്ട്, ഈ പിള്ളേർ തന്നെയാണ്, അതും ഒരു കംപ്ലീറ്റ്ലി സ്പോർട്സ് ഡ്രിവൺ മൂവിയാണ്, ആക്ഷൻ ഫ്ലിക്കാണെന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷിച്ച കുറേ സാധനങ്ങളൊക്കെ സിനിമയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മിസ് ചെയ്ത് പോയ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫീൽ മാത്രമാണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. സോ ഓവറോൾ ഈ സിനിമ മോശമൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, നല്ല വാച്ച് തന്നെയാണ്, ഒരു വട്ടം കാണാൻ പറ്റുന്നൊരു ഐറ്റം. പക്ഷേ ഇതല്ല എക്സ്പെക്ട് ചെയ്തത്, ആ ഒരു എക്സ്പെക്റ്റേഷന് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ ഒരു ഓക്കേഷ് മൂവി, ഒരു ഖാലിദ് റഹ്മാൻ മൂവി പ്രതീക്ഷിച്ച ആ സാധനം കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.